ആവർത്തിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ പ്രത്യേകാഗ്രഹം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷന് സ്ത്രീയുമായി സൃഷ്ടിച്ചു. കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഏതെങ്കിലും ശരീരമായി തിരികെയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായി. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താനും വിവാഹിതരാകുന്ന നിങ്ങൾക്ക് ചിലവരുടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നമ്മുടെ കൃത്യമായ സന്തോഷവും കൃത്യമായ ജീവിതശൈലിയും ജീവിത നമ്മുടെ വിവാഹം എന്ന കൂടാശ സ്വീകരിക്കാൻ പോകുന്നു. പഴയ കാലത്തെ പോലെയല്ല നിങ്ങളുടെ രണ്ടുപേരും സഭാമാരാണ് പോയി സഭ സമൂഹം അന്യമൂന്നായ ഭംഗിവാദത്തെയും വിശ്വാസാനുഷ്ഠാനം പങ്കുവയ്ക്കുക. ശ്രദ്ധയുള്ള നല്ലതുള്ള അസാധാരണമായ ആണുകളിൽ ലോകപ്പെടുത്തുന്ന രക്തം കിട്ടുന്ന തരത്തൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഏതോ കല്യാണത്തിൽ മറ്റു ദിവസം പറഞ്ഞതോ 2 ദിവസം പറഞ്ഞതോ ആളുകളെ അടിസ്ഥാനത്തിൽ ശരീരമായിട്ട് മോണിക്കാൻ ഹൃദയത്തിനെ ഏതെങ്കിലും കൂടി ചെയ്യാൻ എന്നൊരു സാധ്യതയുണ്ടെന്ന് പറയുന്നു. പ്രസ്ഥാനത്ത് പറയാറുള്ളത് സകലരെയും ക്ഷണിക്കുന്ന വിഷയായി നിത്യപ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയതയിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അപേക്ഷയെ പറ്റി പഠിപ്പിച്ചതായി പരസ്പര വിശ്വസ്തയോടും ചാരിത്രശക്തിയോടും കൂടി കാണാനും എല്ലാവരും വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ചതായി എന്റെ സഹായത്തിൽ നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും സന്തോഷത്തോടും പ്രദേശത്തോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ ശാന്തിയും സമാധാനവും നിറയ്ക്കുകയും അങ്ങനെ സ്നേഹത്തോടത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹമെന്ന കൂടാശയാൽ ബന്ധത്തിലാകാൻ പോകുന്നു. ഈ കൂടാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂടാശ യോഗ്യതയോടുകൂടി പരിക്രമം ചെയ്യുവാൻ അങ്ങനെ ദാസനെ ശതനാഥനമേ. അങ്ങനെ പ്രഭാവനം സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണ സമ്മതത്തോടും കൂടി കൃഷിയെ ഭാവിയായി സ്വീകരിക്കുന്നു. നിസ്വാര നിയമവും ഇരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഇഷാനിനെ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങളുടെ സാക്ഷികളാണല്ലോ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെയും വിശ്വാസത്തിലും സ്നേഹത്തിലും മധുവരമര ഒന്നിപ്പിക്കുന്ന ഈ കാലി ദയാപൂർവം ആശീർവദിക്കണമേ. ഉണ്ടാകുന്ന വേഷങ്ങൾ സന്തോഷപൂർവ്വം പഠിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിന് മുന്നിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ.
സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ യൗസേപ്പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും യൗസേപ്പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും കുടുംബമാം യാഗവേദിയിൽ ആത്മാർപ്പണ നാവിൽ എന്നീശോതൻ നാമം കാതിൽ എന്നീശോതൻ നാദം കണ്ണിൽ ഈശോതൻ രൂപം നെഞ്ചിൽ ഈശോതൻ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം കാതിൽ എന്നീശോതൻ നാദം
നാവിൽ എന്നീശോതൻ നാമം. നീയൻ അരികിൽ വന്നു ഉള്ളം തരളിതമായി, കാതിൽ ഇരുമൊഴി കേട്ടു നീയൻ പൈതലല്ലേ. ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം. മഹിയും മഹിതാശകളും എന്നെ പുൽകിടുമ്പോൾ എന്നും നിൻഹിതമറിയാൻ ഹൃദയം പ്രാപ്തമാക്കൂ. എൻഹിതമല്ല തിരുഹിതമെന്നിൽ എന്നെന്നും നിറവേറണം. നാവിൽ എന്നീശോതൻ നാമം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം